നിന്നുകൊണ്ട് ഏകദേശം 18-19 സിനിമകൾക്ക് ഞാൻ ശബ്ദം നൽകി. അതായത് ഏറ്റവും നല്ല സിനിമകൾക്ക് എല്ലാം തന്നെ ശബ്ദം നൽകാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ. മധുരം, മരക്കാറ്റ്, ഗസൽ, ഉള്ളടക്കം, അയാൾക്കഥ എഴുതുകയാണ്, ഇങ്ങനെ ഒരുപാട് സിനിമ, മഴയെത്തും മുൻപേ, ഇങ്ങനെ മേഘമൽക, ഇതെല്ലാം ആസ്വദിച്ച് എന്നുവെച്ചാൽ ഒരു സൗഹൃദത്തോടു കൂടിയാണ് ഇതെല്ലാം ഡബ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ കുറച്ചെങ്കിലും ഒരു കുറച്ച് സമയം എടുത്തു, അല്ലെങ്കിൽ അതൃപ്തിയോടുകൂടി എന്നോട് സംസാരിക്കുകയെല്ലാം ഇതൊക്കെ ശരിയാവുന്നില്ലല്ലോ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞത് അയാൾക്കത് എഴുതുകയാണ് ഡബിങ് സമയത്ത് പറഞ്ഞത്. ഒരുപാട് സമയം എടുത്തു. അത് ആ കഥാപാത്രത്തിന്റെ കുഴപ്പമാണോ, നടിയുടെ കുഴപ്പമാണോ, എന്റെ കുഴപ്പമാണോ ഒന്നും അറിഞ്ഞുകൂടാതെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞത് അവരൊരു രണ്ട് ട്രാൻസ്ഫോർമേഷൻ ആ ക്യാരക്ടറിനുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ഒരു പിടികിട്ടായും പിന്നെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് വരുന്നത് ഇങ്ങനെ അത് എനിക്കിപ്പോഴും സുജാത ഡബിങ് തിയേറ്ററിലായിരുന്നു നമ്മളത് ഡബ് ചെയ്തത്. അവിടെ ഞാൻ കുറേ കഴിഞ്ഞ് എനിക്ക് വയ്യ എന്ന് ഞാൻ പറയും, മനസ്സാരോട് വഴിയിറക്കിപ്പോൾ ഞാനവിടെ പോയിരുന്നു കർമ്മം ആ ഒരു സിനിമ മാത്രമായിരുന്നു. ഒരല്പം ഞങ്ങൾ തമ്മിലൊരു എന്തോ ഒരു ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ മേഘമല്ലാവുന്നതൊക്കെ ചെയ്തത്.